ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഒന്ന് കാണണോ ഗൈസ്? എനിക്കും സംഭവിക്കാം ഇത് അത്ര തന്നെ. അപ്പിടി ഹൈജീനിക് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീമ്പിളക്കിയിട്ട് ഇത് എന്ത് കോലമെന്നായിരിക്കും അല്ലേ? ഇതാണ് എന്റെ വീടിന്റെ ഇപ്പോഴത്തെ ഫ്രിഡ്ജിന്റെ അവസ്ഥ. കുറച്ച് തിരക്കായിരുന്നു, പിന്നെ അതേപോലെ തന്നെ മക്കൾസ് വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ അതേ താഴത്തൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കുത്തി നിറച്ച് അഴുക്കൊക്കെ ആയിരിക്കുന്ന വെച്ചിരിക്കുന്നതാട്ടോ. മൊത്തത്തിൽ നാശമായി കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജാണെന്നൊക്കെ പറയുന്നോണ്ടിട്ടൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പൊ എന്റെ കൂടെ നിക്കോ? ക്ലീൻ ചെയ്യുമ്പോ നിക്കണേ. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ബ്ലോഗർ സൂര്യ ഫാമിലി. അപ്പോൾ അതേ ചെറിയൊരു മ്യൂസിക്കിൽ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങ് തുടങ്ങാം. ഞാൻ എന്തായാലും മെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സൈഡിലൊക്കെ കണ്ടോ, നിറയെ എന്തോ മാവോ അങ്ങനെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഡോറിൻ്റെ സൈഡിലൊക്കെ. ഇത് എൻ്റെ മാത്രം കുറ്റമാണ്, വേറെ ആരുടെയും കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മൾട്ടി ടാസ്കർ അല്ലാന്ന് ഞാൻ പണ്ടത്തെ വീഡിയോസിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് പണികൾ ഒരു സമയത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എല്ലാം അത് ഇൻബാലൻസ് ആവുമെന്ന് വേണം എൻ്റെ കാര്യത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇപ്പോഴും പ്രൗഡാവുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവരോടൊക്കെ. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്ത് ആ കാര്യം വൃത്തിയാകും, അത് വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യവും വൃത്തിയാവത്തില്ല, ചെയ്യാൻ പോകുന്ന കാര്യവും വൃത്തിയാവത്തില്ല. അതാണ് എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനത്തെ കോലമായത്. ഞാൻ എയറിലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഞാൻ പിന്നെ ഷോർട്സ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനലല്ലേ, അത് പോകണ്ട, അത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ നഷ്ടം എന്നുള്ളൊരു ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഷോർട്സ് വീഡിയോ എങ്കിലും ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. ലോങ് ഇടാൻ എനിക്കിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയക്കുറവാണ് കേട്ടോ. സങ്കടമുണ്ട്. ഇത്ര കറക്റ്റായിട്ട് ഒന്നരാടം പോയിരുന്നു, പിന്നെ 2 ദിവസം കൂടുമ്പോൾ ചാനലിലിട്ടിരുന്ന ആളുകളൊക്കെയാണല്ലേ. എല്ലാം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദയവായിട്ട് എന്താ പറയുന്നത്, എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. എനിക്കിപ്പോൾ ഇനി അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ വീഡിയോ ഇടാറില്ല, അത് എൻ്റെ കുറ്റം മാത്രമാണ് കേട്ടോ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണു. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഫ്രിഡ്ജിൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ കോലം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത്തിരി എന്താ പറയുക, ചിലവും കൂടും. നമ്മളിതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാതെ വീണ്ടും വീണ്ടും സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. ലൈക്ക് എന്താ പറയുന്നത്, ഈ പൊടികളാണ്. ഞാൻ ഈ പൊടികൾ മിക്കതും ഈ വെജ്ജിൻ്റെ പൊടികൾ ഞാൻ ഫ്രിഡ്ജിലേ വെക്കത്തുള്ളൂ. കാരണം ഇവിടെ ഞാൻ മാത്രമാണല്ലോ വെജ് അങ്ങനെ മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പം എനിക്ക് ക്വാണ്ടിറ്റി കൂടിയാൽ അത് പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് പൂത്തുപോകും. അപ്പം ഞാൻ എനിക്കെടുക്കാവുന്ന ആ ഒരു സമയത്ത് മാത്രം എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. പക്ഷെ അതുപോലും 2 എണ്ണം ഞാൻ ഈ അടുത്തിടയിൽ ഞാൻ വാങ്ങി. പിന്നെ തീർന്ന ഗാർലിക്കിൻ്റെ പേസ്റ്റിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇനി കളയണം, വേസ്റ്റ് പോലും. കാരണം ഇത്ര ശോകമാവാറില്ല എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ്. കാരണം എനിക്ക് തോന്നുന്നു ചിലവർ പണ്ട് പറയത്തില്ലേ, പണ്ടെന്നാൽ ഇപ്പോഴും പറയും, നമ്മുടെ കാല് കണ്ടാലറിയാം ആ വ്യക്തിയുടെ വൃത്തിയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളുടെ വൃത്തി നിർണ്ണയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകവും. ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ വാരി വലിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സ്ത്രീക്ക് ഒട്ടും വൃത്തിയില്ല. ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഡയർ പറഞ്ഞാൽ കുലസ്ത്രീ എന്നൊരു പട്ടം എനിക്ക് വരും. അല്ല, പുരുഷന്മാർക്കും ഇത് ചെയ്യാം സമയമുണ്ടെങ്കിൽ. പക്ഷേ അവർക്ക് 100 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും പറയാൻ പറ്റത്തില്ല. ആർക്ക് സമയമുണ്ടോ അവരങ്ങോട്ട് ചെയ്യുക അല്ലേ. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. പിന്നെ ഹസ്ബൻഡ് പുറത്ത് ഔട്ട്ഡോർ ക്ലീനിങ്ങിനൊക്കെ പുള്ളിക്കാരൻ എന്താ പറയുക, സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സഹിക്കാൻ പുള്ളിക്കാരന് മാത്രമേ പറ്റത്തുള്ളൂ. പുള്ളിക്കാരനും പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളിൽ മറ്റുള്ളവർ കൈകടത്തുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതിലും നല്ലത് ഞങ്ങൾ തമ്മിൽ തെറ്റാതിരിക്കുക എന്നുള്ളത് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനായിട്ട് ഏറ്റെടുക്കുന്ന കാര്യമായിട്ടും ഇതൊക്കെ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കും ഒന്ന് സഹായിച്ചിരുന്നെങ്കിലും എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ ആൾ വരും. അപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ വൃത്തികേട് കാണുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടെന്നൊക്കെ ആരെങ്കിലും ഫ്രിഡ്ജ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്ന് തുറക്കുകയാണെങ്കിൽ വിചാരിക്കത്തില്ലേ, അയ്യേ ഈ സ്ത്രീക്കൊന്നും ആ ഒരു വൃത്തിയില്ലേ എന്ന് കരുതത്തില്ലേ. അതിലുപരി നമ്മൾക്ക് തന്നെ തോന്നും, എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് തോന്നട്ടെ, എനിക്ക് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ തോന്നും. അതൊക്കെ പോട്ടെ, ഈ ഒരു സംഭവമില്ലേ കോപ്പാരോ, ഞാനിതിൻ്റെ ഷോർട്സിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഇതൊരു പ്ലാൻ ബേസ്ഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് ഈ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ടോക്സിൻ ഫ്രീയുമാണ്, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അതായത് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില
സൊല്യൂഷൻസ് ഇല്ലേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ആക്കുന്നത്, പിന്നെ ഗ്ലാസ് കഴുകുന്നത്, അതൊക്കെ വെച്ച് കഴുകുമ്പോൾ നല്ല വൃത്തിയാവും, സമ്മതിച്ചു, വിനെഗറൊക്കെ വെച്ച് കഴുകുമ്പം. പക്ഷേ ഇതും ഐ തിങ്ക് എനിക്കൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടോ, ഞാനതാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. അതിൽ നിന്നും ഞാൻ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, നല്ല പ്രകാശം വരുത്തുന്നത് പോലെ തോന്നി. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എനിക്ക് തോന്നിയത്, നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വിലയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 200-260 രൂപ എന്തിനുള്ളൂ എന്ന് തോന്നുന്നു. സാധാരണ നമ്മളിങ്ങനത്തെ ഫോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 2 സ്പ്രേ അല്ലെങ്കിൽ ഒരു 10 സ്പ്രേ, ഒരു 15 സ്പ്രേ കഴിയുമ്പോൾ തന്നെ സംഭവം തീരും. ഇതിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ ഞാൻ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ഫാൻ ക്ലീൻ ആക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രിഡ്ജിൻ്റെ അകം അല്ലാതെ ഞാൻ വേറെ പ്രമോഷൻ ചെയ്തപ്പോൾ വേറെ, എന്നിട്ട് ഇത് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ, ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സംഭവം കൊള്ളാം എന്തായാലും കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അങ്ങനെ സൊല്യൂഷൻ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. സംഭവം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് തന്നെ കുറേ ദിവസമായി, ഫ്രിഡ്ജിൻ്റെ അകം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്യാം എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് ക്ലെയിം ചെയ്യുന്നതുകൊണ്ട്. കണ്ടില്ലേ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്, കണ്ടില്ലേ നല്ല വാഷിംഗ് പൗഡർ നിർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യത്തിൻ്റെ ഒരു ഇത് തോന്നുന്നില്ലേ? അതൊക്കെ പോട്ടെ, വളിപ്പാക്കുന്നില്ല. സംഭവം എന്തായാലും വൃത്തിയായിട്ടുണ്ട് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. പിന്നെ ഔട്ടർ സർഫസൊക്കെ ഏകദേശം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, പൊടിയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ മഴ പെയ്യുന്നെങ്കിലും കുറച്ച് പൊടി കുറഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇതിൻ്റെ എവിടെന്നാണ് ഇത്ര അധികം പൊടി വരുന്നത് എന്ന് ഇവത്ത് കണ്ട് അങ്ങനെ. പിന്നെ ഈ സൈഡിലുള്ള ആ ഒരു പാടിൽ അത് പോകത്തില്ല കേട്ടോ, അതതിൻ്റെ പെയിൻറ്റ് ഇതായിരിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ, അത് അഴുക്കൊന്നുമല്ല, അത് പോകത്തില്ല. അത് ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ അത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിട്ടേക്കും. അല്ലാതെയുള്ള ഏരിയാസൊക്കെ ഉണ്ടല്ലോ ഡബിൾ ക്ലീൻഡായി. ഞാനത് എന്താ പറയുന്നത്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടിട്ട് തന്നെ പറയുന്നതാണ് കേട്ടോ, അത്ര അധികം ക്ലീൻഡ് ആയിട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ നമ്മുടെ ഫ്രീസർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോൺ വെജ് അവിടെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടിട്ടേ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മൾ തീർന്ന് കഴിയുമ്പോൾ തന്നെ ഒന്നങ്ങ് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഫ്രീസറിൻ്റെ അകം ഞാൻ അങ്ങനെ നശിയാൻ സമ്മതിക്കാറില്ല, ഇത്രയും ഡേർട്ടി ആവാൻ സമ്മതിക്കാറില്ല. പിന്നെ ഫ്രീസർ അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ അത് തുറന്ന് കാണിക്കാത്തത്. നല്ലൊരു എക്സസൈസാണ് കേട്ടോ. പക്ഷേ സത്യം പറയട്ടെ, ഞാൻ കാണുന്ന ഷോ ഓഫാണ്, എൻ്റെ ഉപ്പാട് ഇളകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈയിടെയായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും സമയമൊന്നുമില്ല, വർക്കൗട്ട് എല്ലാം നിന്നു. വെയിറ്റൊന്നും കൂടിയിട്ടൊന്നുമില്ല, ഇനി കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേലെ, പക്ഷേ എൻ്റെ വർക്കൗട്ട് എല്ലാം നിന്നിരിക്കുവാണ്. പിന്നെ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം. കണ്ടില്ലേ നമ്മുടെ ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ, നല്ല ഇതായിട്ടില്ല അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ട്രേയും കാര്യങ്ങളൊക്കെ, ഗ്ലാസ് ട്രേ ഒക്കെ കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് പോലും കഴുകിയിട്ടില്ല, ഡയറക്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുവാണ് കേട്ടോ. കാരണം നമ്മുടെ പുറത്തെ ക്ലൈമറ്റ് ചെറുതായിട്ട് മഴ പെയ്യുന്നില്ല, മഴ പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നിൽക്കുമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തപ്പം. പിന്നെ ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ ചെയ്തതും. അപ്പോൾ എത്ര വന്നാലും ഉണങ്ങത്തില്ല. എനിക്ക് എന്തായാലും ഈ ഗ്ലാസ് ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് കയറ്റിയേ പറ്റൂ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഭയങ്കര അധികം എന്താ പറയുക, ഗ്ലോ എന്ന് വേണം പറയാൻ, അത്ര അധികം നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും കൊള്ളാം. ഞാനിനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ തീർന്നിട്ടില്ല, തീരുമ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങുന്നുണ്ട്. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതേ നമ്മുടെ വെജിറ്റബിൾ ബോക്സിലൊക്കെ എൻ്റെ ദൈവമേ, ഞാൻ ഈ കറക്റ്റായിട്ട് ഈ ഒരു എന്താ പറയണത്, ഈ ഒരു കവറിലൊക്കെ കറക്റ്റായിട്ട് ഇടുന്ന ഒരാളായിരുന്നു. കണ്ടില്ല, വെജിറ്റബിൾസ് വന്ന് അതിൽ തന്നെ ഇട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുവാണ്, അങ്ങനെ വെജിറ്റബിൾസ് ചീത്തയായി പോകത്തില്ലേ. പിന്നെ ഇപ്പം ഇതൊക്കെ തീർന്നിട്ടുണ്ട്, ഞാനിപ്പോൾ എടുത്ത് തീർത്തായിരുന്നു ഈ ദിവസങ്ങളൊക്കെ ആയപ്പം. പിന്നെ അധികം ഭാഗ്യത്തിനധികം ചീത്തയായിട്ടില്ലായിരുന്നു, ചീത്തയായ മാത്രം ഞാൻ സഹിക്കില്ല. നിറയെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ പ്രശ്നം. പിന്നെ ഞാനിപ്പോൾ എന്താണെന്നറിയോ, കുട്ടികളുടെ കൂടെ കിടക്കുന്നത് രാവിലെ വെളുപ്പിന് 2 മണി 2:30 ആകുമ്പോൾ, പിന്നെ എണീക്കുന്നത് ലേറ്റായിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ എത്തേണ്ട സ്ഥലത്ത് വായ പിടിച്ച് എത്തിക്കഴിയുമ്പം പിന്നെയും തിരിച്ചു വരുമ്പോൾ ക്ഷീണമാവും. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കരുതിയെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വെക്കേഷൻ ആകുമ്പം കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് എടുക്കണം, എന്നിട്ട് നമുക്ക് അത് പിന്നെ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ കരുതിയിരുന്ന എനിക്ക്. ഇപ്പം അവർക്ക് വെക്കേഷൻ ആയപ്പം ഞാനും അവരുടെ കൂടെ കൂടിയിട്ട് ഇപ്പം നല്ല ഉഴപ്പായിട്ടുണ്ട്. അതാണ് സംഭവം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണെന്നറിയോ, ഞാൻ വീഡിയോ ഇടുമ്പം ക്ലീനിങ് വീഡിയോ ആണ് മെയിനായിട്ട് ഇടാറുള്ളത്. ബിക്കോസ് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫുമാണ് കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം തരുന്ന ഒരു വീഡിയോ, അത് മീൻസ് ഒരു ടാസ്ക്കാണ് ഈ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മുടെ വീട് നല്ല വൃത്തി കിടക്കും. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, ഒരു ഇന്നർ സോൾ തന്നെ വളരെയധികം പീസ്ഫുള്ളായിട്ട് ഇരിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പം. പിന്നെ അത് ഞാൻ വീഡിയോ ആക്കി എടുക്കുമ്പം ഈ പറഞ്ഞതുപോലെ എനിക്ക് പിന്നീട് അത് കാണുമ്പോൾ
കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ നമുക്ക് പിന്നീടൊക്കെ നമുക്കത് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് പോയിരുന്നതാണ് പിള്ളേരുടെ ക്ലാസ്സുള്ള സമയത്തൊക്കെ. പക്ഷേ ഇപ്പം ക്ലീനിങ്ങും കുറഞ്ഞു, അതാണ് സംഭവിച്ചത്. കാരണം വീഡിയോസ് കുറഞ്ഞു, അതിൻ്റെ അർത്ഥം ക്ലീനിങ് കുറഞ്ഞു, അങ്ങനെയൊക്കെ. പിന്നെ പുറത്തേക്ക് പോകുന്നതിൻ്റെ എന്താ പറയുക കൗണ്ട് കൂടി, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരുമ്പം നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം അതിനനുസരിച്ച് വീടിൻ്റെ അവസ്ഥയും ശോകമായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം ഞാൻ പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം നമുക്ക് എടുത്ത് വെക്കാം. എന്താ മറ്റേ കേക്ക്സൊക്കെ ഇത് കറക്റ്റായിട്ട് വെച്ചു. ഇതെല്ലാം പാക്കറ്റിലായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ഈ പാക്കറ്റൊക്കെ നിറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്ഥലമില്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി ഇവനെ നോട്ടോട്ട് വെച്ചിട്ട്, പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഇഷ്ടമല്ല. നല്ല ഡീറ്റെയിൽഡായിട്ട് നല്ല എന്താ പറയുക വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ പിന്നെയും ഫേസ് ചെയ്യേണ്ടത്. ബിസ്ക്കറ്റ്സൊക്കെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വെച്ചു. ബിസ്ക്കറ്റ്സ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന വേറെ ഒന്നല്ല, ഇവിടെ കട്ടുറുമ്പുകൾ ഒരുപാടുണ്ട്. കട്ടുറുമ്പാണോ എന്തോ ഒരു ഉറുമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഉറുമ്പ് തുറന്ന് വെച്ചാൽ കയറും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ അതേ നമ്മുടെ മാഗി ക്യൂബ് വളരെ ആവശ്യമുള്ള സംഭവമാണ്. വെജ് ക്യൂബാണ് ഞാൻ വാങ്ങാറുള്ളത്. വെജാണെങ്കിൽ നോൺ വെജിലും ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വാങ്ങുന്നതാണ്. പിന്നെ അതേ നമ്മളുടെ പൗഡേഴ്സ്, ഇതിൽ ഞാൻ ഏതോ 2 ഞാൻ റിപ്പീറ്റ് അടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലയെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതേ ബ്രെഡ് ഒരു ചെറുതിരിക്കുന്നില്ല, അതും ഇതുപോലെ തന്നെ ബാലൻസ് ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് വലുത് വാങ്ങിച്ചു. പിന്നെ ബ്രെഡ് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ചീത്തയാവത്തില്ല. അത് പിന്നെ ഞാൻ ചൂടാക്കി എടുത്ത് കഴിക്കും, അത് കളയത്തില്ല. ഒരു പിടി ഉള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ അണ്ടാവുള്ള പാത്രം. അങ്ങനെയാണ് എന്റെ ഫ്രിഡ്ജില് സംഭവങ്ങൾ എന്ന് അറിയണത് കേട്ടോ. അപ്പൊ നമുക്കിത് മാറ്റിയിട്ട് കുഞ്ഞ് ടിഫിനിലാക്കി വെക്കാം. ഓക്കെ, അതാണ്ട് ഇത് കണ്ടില്ലേ, ഇത്രയും പേരും പിസ്തയുടെ ഷെല്ല് മാത്രമായിരുന്നു കേട്ടോ. ഇത്ര ഉള്ളൂ അതില് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളായിട്ട്. അപ്പൊ അത് എല്ലാം കളഞ്ഞു. ഇനിയിപ്പോ ആവശ്യമുള്ളത് മാത്രം. ഇതൊക്കെ ഞാൻ ഏരിയ മാറ്റുന്നുണ്ട്. ദീസ് ആർ അൺഹെൽത്തി ഏരിയ, ഇത് ഹെൽത്തി ഏരിയ. ഇതൊക്കെ ഹെൽത്തി, ഇത് അൺഹെൽത്തി. വല്ലപ്പോഴൊക്കെ അൺഹെൽത്തി ആവാം അല്ലേ. പിന്നെ ഇതേ നമ്മളുടെ സോസസൊക്കെ എടുത്തെടുത്ത് വെക്കുവാണ്. കാരണം ഇത് എന്നോട് ആരോ മുന്നേ കമൻറ്റിൽ പണ്ട് അതിനെ ക്ലീനിങ് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചു, ഇങ്ങനെ എന്തിനാ സോസൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് ചോദിച്ചു. എനിക്കൊരു എന്താ പറയുക ചീത്തയാവില്ല എന്നുള്ളൊരു ധൈര്യം, അത് വരണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കണമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. കാരണം പറയാൻ പറ്റത്തില്ല, എപ്പോഴും ഒന്നും ഇവിടെ ഫ്രൈഡ് റൈസും ഒന്നും ഉണ്ടാക്കില്ല, അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുത്താൽ മതിയല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതേപോലെ തന്നെ എപ്പോഴും എടുക്കുന്നൊരു സംഭവമല്ല, അപ്പോൾ എടുക്കാത്തതാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കറികളുടെയൊക്കെ ബാലൻസ് അതൊക്കെ അടുത്തുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വൻപയർ ഇങ്ങനെ എടുത്ത് വെക്കും, കാരണം നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഇടാമല്ലോ. പിന്നെ ഇവക്കുട്ടിയുടെ ഡോനട്ട്. പിന്നെ ഇത് ഉലുവ നമുക്ക് ഈ പറഞ്ഞതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചോക്കോസൊക്കെ ഞാൻ താഴ്ത്തു വെച്ചു. സിപ്പ് ലോക്ക് ആയതുകൊണ്ട് ഉറുമ്പ് കയറത്തില്ല എന്നുള്ള ധൈര്യമുള്ളതുകൊണ്ട് അതൊക്കെ താഴ്ത്തു വെച്ചു. പിന്നെ കുറച്ച് ചായപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പൊ അതേ നമ്മളുടെ ആ ഒരു ടാസ്ക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതേ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് റീഫിൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒന്ന് റീഫിൽ ചെയ്യട്ടെ. ഇടയാറ്റത്തില് ടങ് ട്വിസ്റ്റിംഗ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പറയണതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ. എല്ലാവർക്കും അവസ്ഥയായിരിക്കാം. ഇത് കണ്ടോ, ഈ ചപ്പു ചവർ ആ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ഇത്രയും ചപ്പു ചവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം എനിക്ക് ഉള്ളിലൊക്കെ ക്ലീനിങ് ഉണ്ട്, കിച്ചണൊക്കെ ക്ലീനിങ് ഉണ്ട്, നിറയെ അടിക്കാട്ടോ. പരിപാടികൾ ഇനി കിടക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങളിപ്പം പറയും അയ്യോ ഈ പെണ്ണുമ്പോൾ എന്തേ കാണിക്കരുതെന്ന് ചോദിക്കും. അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല. കണ്ടോ, നിങ്ങൾ കണ്ടു കാണുമല്ലേ. എനിക്ക് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ. അയ്യോ, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഭാവഭേദങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് എല്ലാം ഞാൻ ഓർഗനൈസ്ഡ് ആക്കി വെച്ച്. എനിക്ക് ഇനിയിപ്പോ ഇതിൽ കയറി ഇരുന്ന് കൊള്ളാന്നൊക്കെ ഉണ്ട്. അപ്പൊ അത്ര ഒന്നും ഓവറാക്കുന്നില്ല, ചളിയാക്കുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഇതല്ല നമ്മുടെ ആളുകളെ നമ്മളുടെ ഫ്രീസർ പക്ഷെ കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ക്ലീൻ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ വെക്കുന്നോണ്ടൊന്ന് ക്ലീൻ ചെയ്ത് പോവാറുണ്ട്. ഇത് എന്റെ ഏരിയ മാത്രമാണല്ലോ, ഇത് പിള്ളേർ തൊടാറില്ലല്ലോ. മക്കള് തൊടുത്ത ഏരിയ ആണ് അടിപൊളിയായിരുന്നത്. ഇപ്പം ക്ലീൻ ആക്കിയപ്പോ ഓക്കെ ആയി. എന്റെ ഏരിയ ക്ലീൻ തന്നെയാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫ്രിഡ്ജ് ക്ലീൻ കഴിഞ്ഞു, എല്ലാം അതാത് സ്ഥാനത്തേക്ക് വെച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബോറായോ?
ആയോ? ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ലവ് യു, ടേക്ക് കെയർ. കൂടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബൈ ബൈ, സീ യു.